മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന BJP-യുടെ ജനപ്രതിനിധികള്, അതേപോലെ തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലുള്ള പ്രത്യേകം തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ ഉൾപ്പെടെ 115 ജനപ്രതിനിധികളാണ് നമ്മുടെ രാജ്യ തലസ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ബഹളങ്ങളാ നമ്മുടെ കേരളത്തിലെ ഇടത് വലത് കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും സൈബർ ഗുണ്ടകളൊക്കെ രംഗത്തെത്തിയിട്ട് ട്രെയിൻ ടിക്കറ്റിനെ കുറിച്ച് ചോദിക്കുന്നു. ഒരുപാട് ആളുകൾ എങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെയാ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറുടെ നേതൃത്വത്തില് 115 ജനപ്രതിനിധികള് രാജ്യ തലസ്ഥാനത്തേക്ക് അങ്ങ് പോയത്. അദ്ദേഹം പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കൂ. പിന്നെ ഒരു ചെറിയ വാർത്ത അവിടെ പറഞ്ഞിട്ടുണ്ട്, കൗൺസിലർമാർ എല്ലാവരും ഡൽഹിയിലേക്ക് പോവുകയാണെന്നൊക്കെ. അങ്ങനെയുള്ള കോർപ്പറേഷൻ ഫണ്ട്, ഇങ്ങനെയുള്ള നിലവാരമില്ലാത്ത വാർത്തകളൊന്നും ആരും പടച്ചു വിടരുത്. കാരണം ഞങ്ങളുടെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശ്രീ M.R. ഗോപനും ഞങ്ങളുടെ നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പാറ്റൂർ രാധാകൃഷ്ണൻ, രണ്ട് മുതിർന്ന പൊതുപ്രവർത്തകരാണ്. ഇവർ രണ്ടുപേരും തിരുവനന്തപുരത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കോർപ്പറേഷൻ ഓഫീസിൽ ഇരിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്തുകൊണ്ട് കോർപ്പറേഷന്റെ ഭരണകാര്യങ്ങൾ ഏകീകരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും 4-5 തവണ ഞാൻ മേയറുമായിട്ട് ഡെപ്യൂട്ടി മേയറായിട്ട് ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പോഴും നാളെ ആശുപത്രിയിലെ ഉപകരണങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ചുള്ള ചർച്ച സെക്രട്ടറിയുടെ മുറിയിൽ നടക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടാണ് വന്നത്. ഇന്നലെ ഞാൻ ഓൺലൈൻ മീറ്റിംഗ് പങ്കെടുത്തിരുന്നു. ഇവിടേക്ക് ഞങ്ങൾ വരുന്നതിന് മുമ്പ് കോർപ്പറേഷൻ സെക്രട്ടറിയുമായിട്ട് ദീർഘമായിട്ട് മീറ്റിംഗ് നടത്തി കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തെറ്റായ വാർത്തകൾ കൊടുക്കരുത്. പിന്നെ ആരൊക്കെ പറയുന്നതായിട്ട് കോർപ്പറേഷന്റെ പണം എടുത്താണ്, അത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ അടിസ്ഥാനരഹിതമാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് അറിയാം നന്നായിട്ട് എങ്ങനെയാണ് പാർട്ടി പ്രവർത്തകരെ പരിപാലിക്കേണ്ടതെന്ന്. ഞങ്ങൾക്കറിയാം പൊതുസമൂഹത്തിന്റെ പണം എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്. അതുകൊണ്ട് അതിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള സുതാര്യത ഞങ്ങൾ കാത്തു സൂക്ഷിക്കാറുണ്ട്. ഞങ്ങളുടെ എല്ലാ യാത്രയും സൗകര്യവും കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നത് BJP. നിങ്ങൾ കേട്ടില്ലേ, ഞങ്ങളുടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുള്ളത് BJP ആണ്, പാർട്ടിയാണ്. തിരുവനന്തപുരം മേയറാണിത് വ്യക്തമാക്കി വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം എങ്ങനെ മുന്നോട്ട് പോകുന്നു, അത് ആരൊക്കെ അവിടെ ഇരുന്ന് നിയന്ത്രിക്കുന്നു, വ്യക്തമായിട്ട് തന്നെ മേയർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ. അല്ല, ഇവിടെയുള്ള ഇടതന്മാരോടും വലതന്മാരോടും പറയാനുള്ളത് ഒരൊറ്റ കാര്യ. ഇന്ന് രാജ്യം അടക്കി ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഒരു കോർപ്പറേഷനിൽ നിന്ന് തുടക്കം കുറിച്ചത്. ആ കോർപ്പറേഷൻ ഭരണ മികവ് കൊണ്ട് ഒരു സ്റ്റേറ്റ് പിടിച്ച്, സ്റ്റേറ്റ് ഭരണ മികവ് ഉയർത്തിപ്പിടിച്ച്, ഗുജറാത്ത് മോഡൽ ഉയർത്തിപ്പിടിച്ച് രാജ്യം ഇന്ന് അടക്കി ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ നിങ്ങൾ ഒരു കോർപ്പറേഷൻ ഭരിക്കാനൊക്കെ പഠിപ്പിക്കാൻ മാത്രം കേരളത്തിലെ ഇടതും വലതൊക്കെ വളർന്നോ? നിങ്ങളൊക്കെ കാണുന്നില്ലേ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറുടെ നേതൃത്വത്തില് നമ്മുടെ രാജ്യ തലസ്ഥാനത്തേക്ക് പുറപ്പെട്ട ആ യാത്രയിൽ എത്ര 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 സ്ഥലങ്ങളിലാണ് മേയർക്കൊക്കെ സ്വീകരണം ലഭിക്കുന്നത്. ഇന്ന് കേരളത്തിലെ ഇടതന്മാർ ഇതുപോലൊരു ഡൽഹിയിലേക്ക് ഒരു യാത്ര നടത്തിയാൽ കേരളം വിട്ടാ പിന്നെ ഒരു മാല ആരെങ്കിലും ഒന്ന് ഇട്ട് തരുമോ? ആ ചുവപ്പ് കൊടി പിന്നെ എവിടെ കാണോ? ഇതൊക്കെ ഓരോ ആളുകളും ചിന്തിക്കണം. കോൺഗ്രസിന്റെ അവസ്ഥ എന്താ? എത്ര സ്ഥലങ്ങളിൽ കോൺഗ്രസിന് ഇന്ന് രാജ്യം 10-65 വർഷക്കാലം അടക്കി ഭരിച്ച കോൺഗ്രസിന് ഇന്ന് ഡൽഹിയിലേക്ക് ഇതുപോലൊരു യാത്ര നടത്തിയാൽ എത്ര സ്ഥലങ്ങളിൽ സ്വീകരണം ലഭിക്കോ? അപ്പൊ ഇവരൊക്കെയാണ് BJP ഇപ്പോ പഠിപ്പിക്കുന്നത് ഭരണത്തെ കുറിച്ചൊക്കെ. ഇതൊക്കെ ബോധമുള്ള ജനത അങ്ങ് പുച്ഛിച്ചു തള്ളൂ. നമ്മുടെ കേരളത്തിലെ ബോധമുള്ള സകല മലയാളികളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനപ്രതിനിധികൾ, അതായത് കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഉൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെട്ട 115 ജനപ്രതിനിധികള് നമ്മുടെ നാടിന് വേണ്ടിയല്ലേ നമ്മുടെ തലസ്ഥാന നഗരിയിലേക്ക് പോയത്? പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പുരോഗതിക്ക് വേണ്ടി. ഈ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയെ കുറിച്ച് ഒരു പോസിറ്റീവായിട്ട് നമ്മുടെ കേരളത്തിലെ ഓരോ മാപ്രയും ഒരു പ്രമുഖ മാധ്യമങ്ങളും എന്തുകൊണ്ടാ ചർച്ച നടത്താത്തത്? വളരെ ലളിതമായിട്ടുള്ള ചോദ്യമല്ലേ. നമ്മുടെ പ്രധാനമന്ത്രിയെ ജനപ്രതിനിധികൾ കാണുന്നുണ്ട്, നമ്മുടെ ആഭ്യന്തരമന്ത്രിയെ കാണുന്നുണ്ട്, നഗരവികസന മന്ത്രിയെ കാണുന്നുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലെയും മന്ത്രിമാരെയൊക്കെ കണ്ട് അത് കാണാൻ നമ്മുടെ നാടിന് വേണ്ടിയാ. ഇവരിനി BJP ജനപ്രതിനിധി എന്നതിലപ്പുറം നമ്മുടെ നാടിന്റെ ജനപ്രതിനിധികളല്ലേ. ഇതിനൊരു പാർട്ടി ഇന്ന ആൾക്ക് എന്നൊന്നും മാറ്റി നിർത്തിയല്ല നമ്മുടെ തിരുവനന്തപുരത്തേക്ക്, നമ്മുടെ നാട്ടിലേക്ക് ഒരു പുരോഗതി വരിക. വ്യക്തമായിട്ട് എല്ലാ ആളുകൾക്കും നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാ
ഈ 115 പേരും ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുള്ളത്, ഡൽഹിയിൽ നിന്ന് എത്തിയിട്ടുള്ളത്, അവിടെ ഓരോ നിമിഷങ്ങളിലും ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ ഒരു പോസിറ്റീവായിട്ട് ഇപ്പോഴും BJP അങ്ങനെ യാത്ര ഇത്ര ദിവസം ഇതെന്തുകൊണ്ടാ നമ്മുടെ മാധ്യമങ്ങൾ ഒരു പോസിറ്റീവായിട്ട് ഒരു മാധ്യമം പോലും ചർച്ച ചെയ്യാത്തത്? ഇത് ബോധമുള്ള ഓരോ മലയാളി, പ്രത്യേകിച്ച് പുതുതലമുറയിലെ ആളുകൾ ഗൗരവത്തിൽ ചർച്ച ചെയ്യണോ? നമ്മുടെ നാടിന് വേണ്ടി നിലവിൽ BJP ഈ ജനപ്രതിനിധികളെയും കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്തു പറയേണ്ടതാ. എത്ര കാര്യങ്ങളാണ് അവിടെ മേയറുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഡൽഹിയിൽ എത്തിയിട്ടും അദ്ദേഹം എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നും നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. തിരുവനന്തപുരത്ത് ഇപ്പോൾ ലൈഫ് ഭവന പദ്ധതിയുടെ 2ാം ഘട്ടം സംസ്ഥാന സർക്കാർ ഒപ്പുവയ്ക്കാത്തത് കൊണ്ട് ഒരു 2000 പേർക്ക് തിരുവനന്തപുരത്ത് സ്ഥലം അനുവദിച്ചിട്ട് വീട് കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ നിരന്തരം പറയുന്നത് പോലെയുള്ള വേസ്റ്റ് മാനേജ്മെന്റ്, സ്ട്രേ ഡോഗ്സിന്റെ ഇഷ്യൂ, ഇത് പരിഹരിക്കുമ്പോൾ മാത്രമേ അവിടെ എന്ത് വികസനം നടത്തിയാലും അത് പ്രതിഫലിക്കുകയുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയും. പിന്നെ മനോഹർലാൽ ഖട്ടാർജി, അതായത് കേന്ദ്ര അർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്റർ വരുന്നുണ്ട്, അദ്ദേഹത്തോട് ഭരണം മെച്ചപ്പെടുത്തുവാൻ ആവശ്യമായ കാര്യങ്ങൾ, ഇപ്പോൾ CM ഡാഷ്ബോർഡൊക്കെ ഉണ്ടല്ലോ ഗുജറാത്തിൽ, അത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യണമെന്നുള്ളതാണ് മനസ്സിലുള്ളത്. പിന്നെ എങ്ങനെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് അനുസരിച്ചിട്ട് ഇപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ട്, നന്നായിട്ട് എല്ലാവരും ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ആലോചിച്ചിട്ട് മറ്റു കാര്യങ്ങളൊക്കെ പറയും. നിങ്ങൾ കേട്ടില്ലേ? അതായത് വ്യക്തമായിട്ട് ഇന്ന സമയം കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇവർ കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്ത് സംസാരിക്കണം, നാടിന് വേണ്ടി എന്ത് സംസാരിക്കണം എന്നുള്ളത് ഇവർ കൃത്യമായിട്ടൊരു ധാരണയിൽ എത്തിയിട്ടാണ് ഡൽഹിയിലേക്ക് എത്തുന്നത്. അവിടെ നിന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സംസാരിക്കുന്നിടത്തൊക്കെ തന്നെ തിരുവനന്തപുരത്തെ കുറിച്ചാണ്, നമ്മുടെ കേരളത്തെ കുറിച്ചാണ്, നമ്മുടെ നാടിനെ കുറിച്ചാണ്. ഈ ജനപ്രതിനിധികൾ ഓരോരുത്തരും നമ്മുടെ പ്രധാനമന്ത്രിയോടും നമ്മുടെ ആഭ്യന്തരമന്ത്രിയോടും നമ്മുടെ നഗരവികസന മന്ത്രിയോടും ഒക്കെ തന്നെ ചർച്ച നടത്തുന്നത്. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ പ്രത്യേക ആളുകളോട് ഫണ്ടും വാങ്ങി അജണ്ടയുമായിട്ടൊക്കെ മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വാർത്തയൊക്കെ കൊടുക്കുമ്പോഴോ ഒരു കാര്യം വ്യക്തമായിട്ട് അങ്ങ് മനസ്സിലാക്കിക്കോളൂ. കേരളത്തിലെ വരുന്ന പുതിയ തലമുറ ഇവിടെ BJP എന്താണ് ചെയ്യുന്നത്, മുസ്ലിം ലീഗ് എന്താണ് ചെയ്യുന്നത്, കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത്, CPM എന്താണ് ചെയ്യുന്നത് ഒക്കെ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ കോൺഗ്രസ്സുകാർ ഷോ വർക്കല്ല, ഒരു ഭാഗത്ത് കല്യാണ വീടുകളിൽ പോയി കൈ കൊടുക്കുന്നതാ ഇവരുടെ വലിയ ഷോ ഇട്ട് വലിയ വർക്ക്. ഇടതുപക്ഷത്തിന്റെയും ഒരു മാറ്റവും ഇല്ല, എന്തെങ്കിലും മാട്ടുമിട്ട് വലിയ ഷോ വർക്ക്. അതേ സമയത്ത് ഒരു ഭാഗത്ത് ഈ നമ്മുടെ നാടിന് വേണ്ടി ഡൽഹിയിലേക്ക് പോകുന്നു, കാര്യങ്ങൾ അവർ പ്രഖ്യാപനങ്ങൾ നടത്തും. എന്താണ് ഇവരുടെ യാത്രയിലെ റിസൾട്ട് എന്നുള്ളത് വ്യക്തമായിട്ട് തിരുവനന്തപുരം ജനത കാണും, കേരള ജനത കാണും. ഇതൊക്കെ പുതുതലമുറയും വ്യക്തമായിട്ട് തിരിച്ചറിയോ. ഈ ഷോ വർക്കാണ് നമ്മുടെ കേരളത്തിലെ ഇടതു വലത്. ഇവർക്ക് ഈ BJP അങ്ങനെയോ എന്ന് പറയാ എന്നല്ലാതെ എന്താണ് ഇവർക്കൊരു വികസന കാഴ്ചപ്പാട്? ഏറ്റവും ചുരുങ്ങി നമ്മൾ ഇന്നലെ കൂടി കണ്ടില്ലേ, ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് നമ്മുടെ മുഖ്യമന്ത്രിക്കൊപ്പം ഒരു സെൽഫി പോലും എടുക്കാൻ സാധിക്കുന്നില്ല. ഇത് സെൽഫി ഇപ്പൊ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, എത്ര ലളിതമായിട്ടുള്ളൊരു ആഗ്രഹിക്കും. ഒരു പുതുതലമുറയിലെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ഒരു സെൽഫി പിണറായി വിജയനോട് ചോദിച്ചിട്ട് അത് പുച്ഛിച്ചങ്ങ് തള്ളുക. പിന്നെ എങ്ങനെയാ നാടിനൊരു വികസനം ആ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൊണ്ടുവരാൻ സാധിക്കുക? ഏതൊരു മനുഷ്യനും ഒരു പ്രശ്നവും ഇല്ലാതെ നിൽക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഒരു സെൽഫി എന്ന് പറയുന്നത്. അതുപോലും തട്ടി മാറ്റുകയാണെങ്കിൽ ആ ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കും അവരുടെ പാർട്ടിയിലെ ആളുകൾക്ക് എങ്ങനെ വികസനത്തെ കുറിച്ച് പറയുന്ന പിണറായി മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ സാധിക്കുക? അതേസമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയോട്, നമ്മുടെ ആഭ്യന്തരമന്ത്രിയോട്, നമ്മുടെ നഗരവികസന മന്ത്രിയോട്, രാജ്യം അടക്കി ഭരിക്കുന്ന സംവിധാനങ്ങളോട് നമ്മുടെ നാടിനെ കുറിച്ച് പറയാൻ 115 ജനപ്രതിനിധികൾ പോയിട്ട് അതിനെക്കുറിച്ച് ഇവിടെ ഒരു പോസിറ്റീവ് ചർച്ചയില്ല. പക്ഷെ കാലം തെളിയിക്കും, ഈ പോയതൊക്കെ തന്നെ നാടിന് വേണ്ടിയാണ്, നാടിന്റെ ഉപകാരത്തിന് വേണ്ടിയാ. മതഭേദമന്യേ വരുന്ന നിയമസഭാ ഇലക്ഷനിലൊക്കെ നാട്ടിൽ വികസനം നടത്തുന്ന ഈ മേയറുമായി ഒക്കെ ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്ക് കേരള ജനത വോട്ട് ചെയ്യും എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.